ഹലോ ഗൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സർപ്രൈസ് കൊടുക്കാൻ പോകും. വേറെ ആർക്കുമല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനാണ് ഞാൻ അത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ സർപ്രൈസ് ആയിട്ട് UK ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണ്ടേ. അവൾക്ക് കാല് വയ്യ, അപ്പം ചെറുതായിട്ട് കാൽവേദനയായിട്ടുണ്ട്, ചുമയുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 30 വയസ്സായില്ലേ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു കെയർ കിറ്റ് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ. അവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, എനിക്ക് ഉറപ്പാണ് ഇഷ്ടപ്പെടും. പറയുന്നത് തമ്പുരാരറിയാം. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഞാൻ കൊടുക്കുകയാണ്. അപ്പം കോട്ടക്കലിൻ്റെ സോപ്പ് ഇപ്പം ട്രെൻഡിങ് അല്ലേ, അപ്പം അതൊക്കെ അങ്ങനെയെങ്കിലും കുളിക്കട്ടെ, അങ്ങനെയെങ്കിലും ദേഹമൊക്കെ ഒന്ന് നനയട്ടെ. അപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് കോട്ടക്കലിൻ്റെ സോപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ട്രെൻഡിങ് ആണല്ലോ, അപ്പോൾ പിന്നെ വെക്കട്ടെ, അവൾ തേച്ച് നനച്ച് കുളിക്കട്ടെ. പിന്നെ കുറച്ച് ടിഷ്യൂ വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ വയ്യല്ലോ, ഇപ്പം മൂക്കൽപ്പം കാര്യങ്ങളൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അവൾ വിയർപ്പ് വരുന്നെങ്കിൽ വിയർപ്പ് തുടക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലാതികേരം ഇപ്പോഴത്തെ ക്ലൈമറ്റിന് നല്ലതാണ്. ഇപ്പോഴത്തെ ഐസ് സ്കിൻ ഉള്ളവർക്കാണെങ്കിലും ഈ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും, സ്കിന്നിന് നല്ല തന്നെ. അപ്പം അതും അവർക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ ഞാൻ നാൽപ്പാമരാതി കേര തൈലം ഓക്കെ. അപ്പം ഇതും ഇപ്പം ട്രെൻഡിങ് ആണ്. ഇപ്പം ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇതും നല്ലത് തന്നെ. അപ്പം ഇതും അവൾ യൂസ് ചെയ്യും എന്ന വിശ്വാസത്തോടെ ഇതും ഞാൻ വെക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ. വയസ്സായവരെല്ലാം യൂസ് ചെയ്യും. ഇപ്പം ചർമ്മ ഇച്ചിരിയും കൂടെ ഇതാവട്ടെ അവളുടെ. ഇവള് വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ചുമ പിടിച്ച്. അപ്പോൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സിറപ്പും കൂടെ വെക്കുന്നുണ്ട്. മാറട്ടെ, അവളുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ. നമ്മൾ ഇത്ര വയസ്സാണെന്ന് കരുതിയിട്ട് നമ്മൾ കൂട്ടുകാരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഞാൻ മൂവ് നമ്മുടെ വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വലുത് മേടിച്ചിട്ടുണ്ട്, ചെറുത് മേടിച്ചിട്ടുണ്ട്. അവൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് എടുക്കട്ടെ. ഇതെന്തായാലും അവൾക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കാൽവേദനയാണല്ലോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നു. പാവല്ലേ, ജീവിച്ച് പോട്ടെ. ഇവള് ഒട്ടും പ്രതീക്ഷിക്കത്തില്ലായിരിക്കും. വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നീ ഒരു ഹാമ്പർ ബോക്സുമായിട്ട് വാ, എനിക്ക് എന്തെങ്കിലും എന്താ ദൈവമേ, സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോവാ. പിന്നെ നമുക്കിത് കൊടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും. ഇനി കുറച്ച് വിക്സ്, തൊണ്ടവേദന, തലവേദന, വയറുവേദന, നെഞ്ചുവേദന എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വിക്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് വെക്കും എന്നാലോചിച്ചപ്പോഴാണ് ഞാൻ ദാണ്ട് ഈ സാധനമാണ് ഞാൻ അടുത്ത് വെക്കുന്നത്. ഇത് ഇഷ്ടമല്ലാന്ന് ഇന്നലെ ഞാൻ നൈസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് നമുക്ക്. പക്ഷെ ഞാൻ ഇത് കൊടുക്കുമെന്നൊട്ടും ഇതില്ലായിരിക്കും. ഇരിക്കട്ടെ, കഴിക്കൂ, അവിടെ ആരെങ്കിലും കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അവർക്കിത് ഇഷ്ടമല്ലാന്ന് ഇന്നലെ കൂടെ പറഞ്ഞോളൂ. അപ്പം ചോക്ലേറ്റും താല്പര്യമൊന്നും ഇല്ലാക്ക. അന്നേരം പിന്നെ നമുക്ക് ഇങ്ങനെ വയ്യാതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊടുക്കുന്നില്ലേ നല്ലത്. ചുണ്ടൊക്കെ ഡ്രൈ ആവുന്ന സമയങ്ങളിൽ ഇതൊക്കെ വാരിപ്പൂഷട്ടെ, അപ്പോൾ ഒരു സുഖം കിട്ടും. സുഖം കിട്ടട്ടെ. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നൊരു ഫ്രണ്ടിന് ഇങ്ങനെ. അതും എനിക്ക് ചിരിയരുത് ദൈവമേ, എന്തോ എത്തിയോ എന്തോ. എനിക്കും വയ്യ, എനിക്കും കുറേയാണ്. ഏജൊക്കെ എപ്പോഴായില്ലേ. ഇനി അവളിച്ചിരി ചർമ്മമൊക്കെ ഇച്ചിരി നല്ലയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ മാസ്കും കൂടെ കൊടുക്കാം. അതായത് ഏജ് ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ട് കാര്യങ്ങളൊക്കെ കാണുമല്ലോ. സ്കിന്നൊക്കെ ഒരുമാതിരി ആവുമല്ലോ, ഡള്ളാവൂല്ലോ. അപ്പം അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ടിക് ടാക്ക് വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഇരിക്കട്ടെ. അതും എന്തിനാണ് ഇരിക്കട്ടെ. വിക്സ് മിഠായി, ചോക്ലേറ്റ് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമുക്ക് വിക്സ് മിഠായും കൂടെ ആൾക്കാരും കൊടുക്കാം. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, എനിക്ക് വിശ്വാസമാണ് അവള്. പക്ഷെ അമ്മേ, ഇതൊട്ടും വിചാരിച്ചാണതില്ല ഈ സാധനം ഞാൻ കൊടുക്കുമെന്നു. അവള് ഹാമ്പർ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പം ഇത്തരത്തിലുള്ള ഹാമ്പർ ആയിരിക്കും കിട്ടുന്നതിന് അവള് വിചാരിച്ച് കാണത്തില്ലായിരിക്കും. എനിക്ക് എന്തായാലും ഇത് അടിപൊളിയാവും എന്ന വിശ്വാസത്തോടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ 30കളിൽ നിൽക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതേപോലെ കെയർ കിറ്റ് എല്ലാവരും സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്ത് കിറ്റ് അല്ലേ, അല്ലേ?
നിങ്ങളൊന്ന് പറ. അപ്പം ഇതേപോലെ എല്ലാവരുടെ ഫ്രണ്ട്സിന് സർപ്രൈസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇതേപോലെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആക്കി കൊടുക്കാം. അപ്പം എല്ലാവർക്കും ബൈ. ഇതിന് കിട്ടുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇടാം. അപ്പം ഓക്കെ ബൈ.